നമസ്കാരം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളും മാറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂലിൻ്റെ കേസിൽ നമുക്കറിയാം, ഇപ്പോൾ ഫ്ലെക്സ് ഫ്യൂൽ വാഹനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. E85 പെട്രോളൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ബ്രസീലിന് ശേഷം ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഫ്ലെക്സ് ഫ്യൂലിനെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത ഒരു കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ബയേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം കാർ ബയേഴ്സിന് ഇരിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാർ വാങ്ങുന്ന ഒരാൾ വാങ്ങുന്ന സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഹാച്ച് ബാക്ക് വാഹനങ്ങളാണ്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹാച്ച് ബാക്ക് വാഹനങ്ങളെ 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കണ്ട് ഒന്ന് വിലയിരുത്തിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10ാമത്തെ സ്ഥാനത്ത് ഹ്യുണ്ടായുടെ ഒരു വാഹനമാണ്. ഹ്യുണ്ടായുടെ കാര്യമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടത്തിലാണ്. അതായത് 1, 2, 3 സ്ഥാനത്തിൽ നിന്നും ഹ്യുണ്ടായി 5ാം സ്ഥാനത്തേക്കൊക്കെ പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറയുന്ന വാഹനമാണ് 10ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. 2026 മെയ് മാസത്തിൽ 2920 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പെട്രോളിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, AMD ട്രാൻസ്മിഷൻ ഉണ്ട്, നമുക്കറിയാം, അതാണ് അവരുടെ ഓട്ടോമാറ്റിക്. ഈ ഒരു സെഗ്മെൻറ്റിൽ AMD ആണ് കൂടുതലും ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. 5,60,000 മുതൽ 8,04,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി നമ്മൾ 9ാം സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോഴും എന്തിനാണ് ഈ ഒരു വാഹനത്തെ നിലനിർത്തിയിട്ടുള്ളത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പം ഇഗ്നിസിനെ നിലനിർത്തിയിട്ട് ഈ ഒരു വാഹനത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്താലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കാർ എന്തൂസിയാസിൻ്റെ ഇടയിൽ നിന്നൊന്നും വരാൻ സാധ്യതയില്ല. സെലേറിയാണ് മോശം വാഹനം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. AMD ആദ്യമായിട്ട് ഇന്ത്യയിൽ മാരുതി കൊണ്ടുവന്നത് സെലേറിയയിലാണ് എന്ന വസ്തുത നിലനിൽക്കെ തന്നെ ഈ ഒരു വാഹനം 3 സിലിണ്ടർ എഞ്ചിനാണ് എന്നുള്ള വസ്തുതയും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. 9ാമത്തെ സ്ഥാനത്ത് സെലേറിയാണ്. 3018 യൂണിറ്റുകളാണ് 2026 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് AMD ആണ്. 4,70,000 മുതൽ 6,73,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 8ാമത്തെ സ്ഥാനത്ത് വരുന്ന വാഹനം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. 8ാമത്തെ സ്ഥാനത്ത് വരുന്ന വാഹനം എന്ന് പറയുന്നത് ടൊയോട്ടയുടെ ഗ്ലാൻസയാണ്. ഇത് ടൊയോട്ടയുടെ ഗ്ലാൻസ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് മാരുതി സുസുക്കിയുടെ ബലീനോ എന്ന് പറയുന്ന വാഹനത്തെ ടൊയോട്ടയ്ക്ക് വേണ്ടി റീബാഡ്ജ് ചെയ്ത് മാരുതിയുടെ പ്ലാന്റിൽ നിർമ്മിച്ച് ഫ്രണ്ടിലെ ബമ്പറും ബാക്കിലെ ബമ്പറും അതുമാത്രമല്ല ഹെഡ്ലൈറ്റിലും ടെയിൽ ലൈറ്റിലും ഒക്കെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ വരുത്തി ഫ്രണ്ട് ഗ്രില്ലിൽ ടൊയോട്ടയുടെ എംബ്ലം വെച്ച് സ്റ്റിയറിംഗിൽ ടൊയോട്ടയുടെ എംബ്ലം വെച്ച് ഈ ഒരു വാഹനത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു. 3198 യൂണിറ്റുകളാണ് 2026 മെയ് മാസം ഗ്ലാൻസയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞത്. K12 N എന്ന് പറയുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം 89 bhp പവറും 113 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6,46,000 മുതൽ 9,44,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. നമുക്കറിയാം പെട്രോളിലും CNGയിലും AMD ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി 7ാമത്തെ സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സ് കാര്യമായിട്ട് ഈ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ടാറ്റ ടിയാഗോയാണ്. 4,178 യൂണിറ്റുകൾ 2026 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. ഇതിനകത്ത് പെട്രോളുണ്ട്, CNG ഉണ്ട്, CNG വിത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. AMD ട്രാൻസ്മിഷൻ തീർച്ചയായിട്ടും ഈ ഒരു CNGയിലും അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക്കലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അപ്പം EVയുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19.2 kWh ബാറ്ററി പാക്കിലും 24 kWh ബാറ്ററി പാക്കിലും അവൈലബിൾ ആണ്. ഈ 24 kWh ബാറ്ററി പാക്കിന് ലൈഫ് ടൈം വാറണ്ടിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ ഓണറിന് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ്. 6,99,000 മുതൽ 9,99,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് EVയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. പെട്രോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റവട്രോൺ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 3 സിലിണ്ടർ എഞ്ചിനാണ്. 4,70,000 മുതൽ 8,50,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 6ാം സ്ഥാനത്ത് റീസെൻ്റ്ലി ഇനി ഒരു അപ്ഡേഷൻ കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ്റെ പിക്ചറുകൾ കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വാഹനം ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഹ്യുണ്ടായുടെ i20 ആണ്. പ്രീമിയം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ഹാച്ച് ബാക്ക് വാഹനം എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ i20 ആണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട്. 4,749 യൂണിറ്റുകൾ 2026 മെയ് മാസം ഇവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ അല്ല. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പ്രീമിയം നേച്ചർ കളയാനായിട്ട് കമ്പനി ആഗ്രഹിക്കുന്നില്ല.
പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻ ലൈൻ എന്ന് പറയുന്നൊരു വേർഷനും ഉണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻ ലൈൻ്റെ വില എന്ന് പറയുന്നത് 9,27,000 മുതൽ 11,74,000 വരെയാണ്. എന്നാൽ നോർമൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുള്ള വേർഷന് 6 ലക്ഷം മുതൽ 10,63,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. എന്നാൽ 5ാം സ്ഥാനത്തേക്ക് സർപ്രൈസിംഗ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിട്ടുപോകാനായിട്ട് കാത്തു നിൽക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിട്ടുപോകാൻ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉടനെ വരുന്നതായിരിക്കും. 2 എയർ ബാഗുമായിട്ട് ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു വാഹനം എസ്പ്രസോയാണ്. GST 2.0 റിഫോംസിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ലഭിച്ചൊരു വാഹനം എന്ന് പറയുന്നതും എസ്പ്രസോ തന്നെയാണ്. ഇപ്പോൾ എസ്പ്രസോയുടെ വില എന്ന് പറയുന്നത് 1,50,000 മുതൽ 5,28,000 വരെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഇതിന് മുകളിൽ റോഡ് ടാക്സ് വരും, ഇൻഷുറൻസ് വരും, അഡീഷണൽ എക്സ്റ്റൻഡഡ് വാറണ്ടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. 6,388 യൂണിറ്റുകൾ 2026 മെയ് മാസത്തിൽ എസ്പ്രസോ ടോട്ടൽ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. CNG അവൈലബിൾ ആണ്. ടാക്സി പർപ്പസിലൊക്കെ CNG ഒരുപാട് പോകുന്നുണ്ട്. അത് മാത്രമല്ല AMD ട്രാൻസ്മിഷനാണ് ഇവരുടെ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. ഇനി 4ാം സ്ഥാനത്തേക്ക് വന്ന വാഹനം ഓൾട്ടോ K10 ആണ്. നല്ലൊരു വാഹനമാണ്. 6 എയർ ബാഗിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 8,887 യൂണിറ്റുകൾ 2026 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNG അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള AGS-ലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 3,70,000 മുതൽ 5,45,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 3ാം സ്ഥാനത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇപ്പം ഈ 4ാം സ്ഥാനത്തുള്ള വാഹനം 8,887 യൂണിറ്റുകളാണ് വിറ്റത്. എന്നാൽ 3ാം സ്ഥാനത്തേക്ക് വന്ന വാഹനം ഒറ്റയടിക്ക് 10,000 യൂണിറ്റിൻ്റെ ഒരു വർധനമാണ് അവിടെ വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് 10,000 യൂണിറ്റിൻ്റെ വർധന വന്നിട്ടുണ്ട്. സ്വിഫ്റ്റാണ്. Z12E എന്ന് പറയുന്ന എഞ്ചിനാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്. 81.8 BHP പവറും 111 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലെ ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോമ്പണൻറ്റ് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പെട്രോളിലും CNG-ലും AMT ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ സ്വിഫ്റ്റ് 2026 മെയ് മാസത്തിൽ 17,519 യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5,79,000 മുതൽ 8,80,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 2ാം സ്ഥാനത്തേക്ക് മാരുതി സുസുക്കിയുടെ ഒരു പൊന്തൂവൽ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ്. ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഓൾമോസ്റ്റ് 90 ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകളുള്ള വളരെ മികച്ച ഒരു വാഹനമാണ്. മാരുതി സുസുക്കിയുടെ വാഗണാർ എന്ന് പറയുന്ന ഹാച്ച് ബാക്ക് വാഹനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 എഞ്ചിൻ ഓപ്ഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 1 ലിറ്റർ അത് K10C എന്ന് പറയുന്ന എഞ്ചിനാണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ K12N എന്ന് പറയുന്ന എഞ്ചിനുള്ള വാഹനം. അത് ടോപ്പ് ട്രിമ്മിലാണ് അവൈലബിൾ. ZXi, ZXi പ്ലസ് അങ്ങനെയുള്ള വേരിയൻറ്റിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. അത് AGS ആണ്. ഒരുപാട് CNG വാഹനങ്ങൾ ടാക്സി പർപ്പസിന് വിൽക്കുന്നുണ്ട്. അത് ഇതിൻ്റെ നമ്പർ ഉയരാനായിട്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കാം. 18,076 യൂണിറ്റുകൾ 2026 മെയ് മാസത്തിൽ വാഗണാറിന് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. 4,99,000 മുതൽ 6,95,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 1ാം സ്ഥാനത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല, 8ാം സ്ഥാനത്തുള്ള ഗ്ലാൻസ 3,198 യൂണിറ്റുകൾ വിറ്റപ്പോൾ 1ാം സ്ഥാനത്ത് വന്ന ബലീനോ സെയിം വാഹനമാണ്, ഒരു വ്യത്യാസവും ഇല്ല. 18,396 യൂണിറ്റുകളാണ് ബലീനോ വിറ്റത്. അത് മാരുതി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗുണമാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനോടുള്ള ആളുകളുടെ വിശ്വസ്തതയും അത് മാത്രമല്ല ഇവരുടെ സർവീസ് നെറ്റ്വർക്കിനോടുള്ള ഒരു ട്രസ്റ്റും ഒക്കെയാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം 3,198 യൂണിറ്റുകളാണ് ടൊയോട്ടയുടെ എംബ്ലം വെച്ച് ഈ ഒരു വാഹനം വിറ്റപ്പോൾ നേടിയത്. പക്ഷേ ബലീനോ ആയിട്ട് മാരുതിയായിട്ട് വിറ്റപ്പോൾ 18,396 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 15,000 യൂണിറ്റിൻ്റെ വർധനവ് അവിടെ വന്നിട്ടുണ്ട്. CNG അവൈലബിൾ ആണ്, AMD ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. ഉടനെ തന്നെ ഈ ഒരു വാഹനത്തിന് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. K12N എന്ന് പറയുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ടുള്ള ഈ ഒരു വേരിയൻറ്റ് എന്ന് പറയാൻ കഴിയും, ഈ ഒരു മോഡൽ വളരെ മികച്ച പെർഫോമൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ കാഴ്ചവെക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കുറവാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പെയിൻ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ്. ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലി ഈ ഒരു വാഹനം വളരെ മികച്ചതാണ്. നല്ല മൈലേജ് നൽകുന്ന ഒരു വാഹനം തന്നെയാണ്. 5,99,000 മുതൽ 9,10,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. CNG-ലും പെട്രോളിലും AMD ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.